സദാചാര ഗുണ്ടായിസം കാണിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. മറൈൻ ഡ്രൈവിൽ ശിവസേനക്കാർ പോലീസിനെ ധിക്കരിക്കുകയായിരുന്നുവെന്നും സംഭവത്തിൽ 20 പേർക്കെതിരെ കേസെടുത്തതായും 8 പേരെ അറസ്റ്റ് ചെയ്തതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കൊച്ചി സദാചാര ഗുണ്ടായിസം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്? ഒപ്പം അടിയന്തര പ്രമേയത്തിലെ ആവശ്യങ്ങളും. കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ ശിവസേനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ സദാചാര ഗുണ്ടായിസമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് തേടിക്കൊണ്ട് സഭയിൽ അവതരിപ്പിക്കാൻ അവസരം ചോദിച്ചത്. ശിവസേന പ്രവർത്തകരുടെ കയ്യേറ്റത്തിൽ പോലീസ് നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് നോക്കുകുത്തിയാകുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത് എന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തു നിന്നും ഹൈബി ഈഡൻ പറഞ്ഞു. കാലടി, അഴീക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലും അടുത്തിടെ കേരളത്തിൽ സദാചാര ഗുണ്ടായിസമുണ്ടായി. ഇക്കാര്യങ്ങളിലൊന്നും കൃത്യമായ പോലീസ് നടപടി ഉണ്ടാകുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ മറൈൻ ഡ്രൈവിലുണ്ടായ സംഭവങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. പിരിഞ്ഞു പോകാനുള്ള പോലീസിന്റെ ആജ്ഞ ധിക്കരിച്ചും ശിവസേന പ്രവർത്തകർ അവിടെ തുടരുകയായിരുന്നു. ഈ സംഭവത്തിൽ 20 ശിവസേനക്കാർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം അന്വേഷണത്തിനായി എറണാകുളം സെൻട്രൽ SI ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 8 പ്രതികളെ സംഭവത്തിൽ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. എന്തായാലും ആ സംഭവത്തിലുണ്ടായ പോലീസ് വീഴ്ചയ്ക്കെതിരെ എറണാകുളം സെൻട്രൽ SI സസ്പെൻഡ് ചെയ്യുകയും കൂടെ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാരെ സ്ഥലം മാറ്റുകയും ചെയ്തതായും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തു. ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തതും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സെൻട്രൽ SI നിലവിൽ സസ്പെൻഡ് ചെയ്യുകയും മറ്റ് പോലീസുകാരെ സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സദാചാര പോലീസ് തടയുന്നവർക്കെതിരെയും ഒപ്പം തന്നെ സദാചാര പോലീസ് ചമയുന്നവർക്കെതിരെയും അവർക്കെതിരെ നടപടിയെടുക്കാൻ അമാന്തിക്കുന്ന പോലീസുകാർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം സദാചാര പോലീസിംഗ് ഭാവിയിൽ നടക്കാതിരിക്കാനായി ബസ് സ്റ്റാൻഡുകളിലടക്കം വനിതാ പോലീസുകാരെ കൂടുതലായി വിന്യസിക്കുമെന്നും പിങ്ക് പെട്രോളിംഗും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സേവനവും ഇതിനായി ഉപയോഗിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം അതേസമയം തന്നെ പോലീസ് ശിവസേനക്കാർക്ക് ഒത്താശ ചെയ്യുകയായിരുന്നു എന്ന ആരോപണമാണ് ഹൈബി ഈഡൻ ഉന്നയിച്ചത്. ഒപ്പം ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ശിവസേനക്കാർ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ മൊബൈൽ പിടിച്ചെടുക്കണമെന്നും ഇല്ലെങ്കിൽ വീണ്ടും അനീഷിന്റെ ആത്മഹത്യ പോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുമെന്നും ഹൈബി ഈഡൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ഇന്നലെ നടന്ന സംഭവം കേരളത്തിന് വലിയ അപമാനമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. SIയും പോലീസും ഇടപെട്ടില്ല എന്നത് ഗുരുതരമായ സംഭവമാണ്. ഇതിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കും. ഒപ്പം തന്നെ സദാചാര ചമയുന്നവർക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരം കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇതും ഗുണ്ടാ പ്രവർത്തനമായിക്കൊണ്ട് ഗുണ്ടാ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് ഇവർക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരം കേസെടുക്കും. ഒപ്പം തന്നെ നിലവിൽ ശിവസേന എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗത്തുനിന്നാണ് ഇത്തരം നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കാപ്പ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ചുമത്തില്ല എന്ന് സർക്കാർ നിലപാടെടുത്തിരുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ കാപ്പ ചുമത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നാൽ അത് അവിഹിതമാണ് എന്ന് കരുതുന്നത് വികലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ്. ഈ കാഴ്ചപ്പാട് രാജ്യത്തെ വളർത്തിക്കൊണ്ടുവന്നത് വർഗീയ കക്ഷികളാണ്. അത് ഇന്ത്യൻ സംസ്കാരത്തിന് എതിരാണ് എന്ന പ്രചരണമാണ് അവർ നടത്തുന്നത്. ഇത്തരത്തിലായാൽ പോലും സദാചാര ഗുണ്ടായിസത്തിനെതിരെ കർശനമായ നടപടി എടുക്കുമെന്നും സദാചാര ഗുണ്ടകളെ കേരളത്തിൽ അഴിഞ്ഞാടാൻ അനുവദിക്കില്ല എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭയിൽ ഈ വിഷയത്തിൽ സംസാരിക്കുകയാണ്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.